ഹലോ അസ്സലാമുഅലൈക്കും മക്കൾസ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. സാധാരണ ഒരു ബിരിയാണി പതിവാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മനസ്സും ശരീരവും ഒരുപോലെ പണിമുടക്കിയാൽ എങ്ങനെ ബിരിയാണി വെക്കാൻ പറ്റും? പകരം ഇന്നൊരു പൊളി ബിരിയാണിയൊക്കെ വെച്ച് ജോലിയൊക്കെ ഒരുക്കി വന്ന് കഴിക്കാനായി പ്ലേറ്റും സ്പൂണും എടുത്തപ്പോഴാണ് മനസ്സിൽ ഒരു ലഡു പൊട്ടി. എന്താണ് ആ ലഡു? അപ്പുറത്ത് പറമ്പിൽ ചാടുക, ഒരു ഇല വെട്ടുക, ഇല വാട്ടുക, അതിലങ്ങോട്ട് ബിരിയാണിയെ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് ആ ബിരിയാണി പൊതി ഒന്ന് തുറന്നാലോ? കൂട്ടത്തിൽ ഞാനുണ്ടല്ലോ വിനീഗറിലിട്ട് വെച്ച് കാന്താരി മുളക് അവിടെ ഇരുന്നു. അതിനടുത്ത് ഒരു കടി കടിച്ചു. പക്ഷേ നല്ല എരിവായിരുന്നു. ചമ്മൽ കൊണ്ട് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ആവേശം കൂടുമ്പോൾ ഇങ്ങനെ പല വട്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും എനിക്ക് സംഭവിക്കാറുണ്ട് മക്കളുടെ ജീവിതത്തിൽ. ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു കേട്ടോ. പൊതി അങ്ങോട്ട് പിരുത്തപ്പോഴുണ്ടല്ലോ ഹോള് കംപ്ലീറ്റ് ബിരിയാണീൻ്റെയും കോഴീൻ്റെയും മണം. ഒരു രക്ഷയില്ല. ബിരിയാണിയുടെ കൂടെ എനിക്കിഷ്ടമുള്ള എല്ലാ ഐറ്റംസും അൽഹംദുലില്ലാ ഇന്നുണ്ടായിരുന്നു. പൈനാപ്പിൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, മുട്ട എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതെല്ലാം കൂടി കൂട്ടി പപ്പടവും പൈനാപ്പിളും സലാഡും അച്ചാറും മുട്ടയും എല്ലാം കൂടി കൂട്ടി ഒരു പിടിച്ചു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഞാൻ വെച്ചതുകൊണ്ട് പറയുന്നില്ല. നിന്നിട്ട് ലോങ് റൈസിൻ്റെ ബിരിയാണിയാണ് ഞാൻ വെച്ചത്. പൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വെച്ച് കൊടുക്കുക. അതിനപ്പുറം ഒരു സന്തോഷം ഉണ്ടല്ലോ. മാഷാ അല്ലാ. പടച്ചവനോട് എപ്പോഴും നന്ദി പറയുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വല്ലപ്പോഴും വാഴയിലയിൽ പൊതിഞ്ഞ ബിരിയാണി. ഓക്കേ.